നമ്മളിപ്പോൾ പൂനെ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലുള്ള സദാനന്ദ എന്ന് പറയുന്ന ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ വരുന്ന അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. ഇത് നമ്മുടെ പൂനെ ബോംബെ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. സദാനന്ദ ഇൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റും ഹോട്ടലും അതിൻ്റെ അടുത്ത് തന്നെ സദാനന്ദൻ്റെ ഒരു ധാബയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ആദ്യം ധാബയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന് ശേഷമാണ് അവർ ഈ പറയുന്ന ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോട്ടലാണ്. നിങ്ങൾ ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പായിട്ട് തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തുംകൂർ എത്തുന്നതിന് മുമ്പായിട്ട് ബൊമ്മനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഹൈവേയിൽ തന്നെ. അവിടെയാണ് ഈ ധാബ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം വൈകുന്നേരത്തെ കാഴ്ചയാണിത്. വണ്ടിയെല്ലാം പോകുന്നതും ലൈറ്റുകളും ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഇത് ധാബയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ധാബയുടെ കാഴ്ചയാണ്. മെയിൻ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡ് റോഡിലൂടെ നമ്മൾ കയറി വരണം. ബാംഗ്ലൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഹോട്ടലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് ക്രോസ് ചെയ്ത് സൈഡ് റോഡിൽ കയറുക. എന്നിട്ട് പൂനെ ഹൈവേയുടെ സൈഡിലുള്ള റോഡിൽ കൂടെ വേണം നമ്മൾ ഹോട്ടലിലേക്ക് വരാൻ. അല്ലെങ്കിൽ ഏകദേശം 20 കിലോമീറ്ററോളം ചുറ്റി വേണം തിരിച്ച് വരാൻ. കാരണം എക്സ്പ്രസ് ഹൈവേ പിന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറണമെങ്കിൽ 20 കിലോമീറ്റർ പിടിക്കും. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഏരിയ. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറ്, ഡൈനിങ് ഹാള്, പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, നോൺ വെജ് കഫ്റ്റീരിയ, ഡാബ എല്ലാം ഉണ്ട്. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. വളരെ പൊളൈറ്റായിട്ടുള്ളൊരു സ്റ്റാഫും ടീമും ഒക്കെയാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത്. വളരെ സപ്പോർട്ടീവായൊരു ടീമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടത്തുകയൊക്കെ ചെയ്തവർ നമുക്ക് റൂമിലേക്ക് പോകാനൊക്കെ ഉള്ള എല്ലാ ഗൈഡൻസും തന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലോറാണ്. സെക്കൻഡും തേർഡുമാണ് റൂം. നമ്മൾ തേർഡ് ഫ്ലോറിലെ റൂമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. റൂമുകളെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നോർമലി നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിലും ഗോ ഐ ബി ബോയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റുകളിങ്ങനെ മാറി മാറി ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് മാറി മാറി വരുന്നുണ്ട്. വലിയ ഹൈ റേറ്റ് ഉള്ള സമയമുണ്ട്. നോർമലായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്ന ടൈമും ഇതിനകത്ത് വരുന്നുണ്ട്. അത് സീസൺ അനുസരിച്ച് മാറുന്നതാണ്. ഇതാണ് റൂമിനകത്തെ കാഴ്ച. ഇത് ഡബിൾ ബെഡ്റൂമാണ്. അതിനകത്ത് വലിയൊരു കട്ടിലുണ്ട്. പിന്നെ സൈഡ് തന്നെ അതിൻ്റെ സ്വിച്ച് ചാർജ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് TV ഉണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് ഇത് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു അലമാര സൈഡിലുണ്ട്, 2 ചെയറുകൾ, പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിനോട് ചേർന്ന് തന്നെ ബാത്റൂമിൻ്റെ ഞാൻ കണ്ടൊരു കാഴ്ച വെച്ചാൽ ബാത്റൂമിൻ്റെ ഒരു സ്വിച്ച് ഇത് ഇവിടെ വെളിയിലിരിപ്പുണ്ട്. പിന്നെ അലമാര ഇതാണ്, വലിയൊരു അലമാരയാണ്. ബാത്റൂമിൻ്റെ കൺട്രോളിങ് സ്വിച്ച് ഈ അലമാരയുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പിന്നെ കണ്ട മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇത് കോഫി മേക്കറും കാര്യങ്ങളുണ്ട്. 2 ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ വൈഫൈ കിട്ടുന്ന ടവല്, സോപ്പ്, ഷാമ്പു എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ബാത്റൂമിനകത്ത് കയറുമ്പോൾ ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരേ ഒരു കാര്യം മാത്രമേ അതിനകത്ത് തോന്നുള്ളൂ, AC വെൻറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വൃത്തികേടായിട്ട് തോന്നി. ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം നമ്മളൊരു ക്ലാസ് ഹോട്ടലിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ AC വെൻറ്റ് ഇങ്ങനെ വിടാറില്ല. അതൊരു വൃത്തികേടായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാത്റൂമിലൊക്കെ ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഷവർ ഏരിയ അതെല്ലാം നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹോട്ടലിൻ്റെ റൂമിൻ്റെ കാഴ്ചകൾ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. വളരെ സപ്പോർട്ടീവായിട്ടൊരു സ്റ്റാഫും ടീമും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയാണിത്. ഇവിടെ നമുക്ക് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പുറമെ വേറെ റെസ്റ്റോറൻറ്റും കൂടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാറിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു തട്ട് ദോശയാണ് തന്നത്. 3 ദോശയും ചായയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.